ഞാൻ ഇന്നലെ ഇത് പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, പാർലമെൻ്ററി പാർട്ടി തീരുമാനം, കൗൺസിലേഴ്സിൻ്റെ അഭിപ്രായം, ആ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് അതിൻ്റെ ഒരു അഭിപ്രായ സമന്വയത്തിലൂടെ മുതിർന്ന നേതാക്കളായി സംസാരിച്ചിട്ട് ഞാനെടുത്ത തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവർക്ക് KPCCയെ സമീപിക്കാം. അതാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഇത്ര ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് 4ാം തവണ കൗൺസിലറാവുന്ന വ്യക്തിയാണ്. അവർക്കെതിരെ എന്തെങ്കിലും നടപടിയുണ്ടോ, വിശദീകരണം ആവശ്യപ്പെടോ, എന്താണ് തുടർ നടപടി? അല്ല, അത് പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ എന്താണ് നടപടിക്രമങ്ങൾ എന്നുള്ളത് പരിശോധിക്കും. ഉചിതമായ കാര്യങ്ങൾ പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് ചെയ്യും. ഈ പണപ്പെട്ടിയുമായി എത്തിയ ആൾക്കാണ് സ്ഥാനാർത്ഥിത്വം, മേയർ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയോട് ചോദിക്കുക, 4 പ്രാവശ്യം അവർ നിന്നില്ലേ? ആർക്കാ പെട്ടി കൊടുത്തത്? ആർക്കാ അവർ പെട്ടി കൊടുത്തത്? 4 പ്രാവശ്യം നിന്നില്ലേ? മേയറിന് കാശ് മേടിക്കാന്നുണ്ടെങ്കിൽ കൊടുക്കണേലും മേടിച്ചൂടെ? അപ്പോൾ അവരാർക്കാണ് ഈ 4 പ്രാവശ്യം പെട്ടി കൊടുത്തതെന്ന് അവർ വ്യക്തമാക്കട്ടെ. അപ്പോൾ പാർട്ടിയുടെ മാനദണ്ഡം അവർ പറയുന്നു, അവർ പാവപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ ഞങ്ങളുടെ മാനദണ്ഡം. അപ്പം ഞങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ മാനദണ്ഡം അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവർ പാവപ്പെട്ടവരായതുകൊണ്ടാണ് ഞങ്ങൾ കൗൺസിലർ കൊടുത്തത് എന്ന് അവർ തന്നെയാണ് പറയണത്. അപ്പോൾ ഇതിലൊരു കാര്യം വ്യക്തമാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല. ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു, പാർലമെൻ്ററി പാർട്ടി തീരുമാനമാണ്. അതെനിക്ക് ബോധ്യപ്പെടുത്തേണ്ടത് KPCCയിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എൻ്റെ മുതിർന്ന ഭാരവാഹികളോടാണ്, മുകളിലുള്ള ഭാരവാഹികൾ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പാർട്ടി തീരുമാനമാണ്. ഇതിൽ നിന്ന് കൂടുതലായി എനിക്കൊന്നും ഞാൻ പറഞ്ഞല്ലോ, വൈകാരികമായിട്ടല്ല ഇതിനെ പ്രതികരിക്കേണ്ടത്. ഇത് ഞങ്ങൾ പരിശോധിക്കണ്ടേ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അവരെന്തുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊക്കെ ഞങ്ങൾ പരിശോധിക്കും. പാർട്ടി പരിശോധിച്ച് ഉചിതമായ നടപടി. അത് എനിക്ക് അതിനെക്കുറിച്ച് എന്താ അവരങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഒരിക്കലുമില്ല. ഈ തീരുമാനം പാർലമെൻ്ററി പാർട്ടിയുടെ അഭിപ്രായം എടുത്ത് കോർ കമ്മിറ്റി നേതൃത്വവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ചുമതലപ്പെടുത്തിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെയാണ്. ഞാനാണ് ഈ തീരുമാനം എടുത്തത്. അത് ഞാൻ പ്രോപ്പറായിട്ടുള്ള പ്രൊസീഡിങ്സ്, KPCCയുടെ പ്രൊസീഡിങ്സ് മാനിച്ചിട്ടാണ് എടുത്തത്. ആ തീരുമാനത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് പറയേണ്ടത് KPCC. വിപ്പ് എല്ലാവർക്കും ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കണു. ഇന്നലെ 2-3 പേര് എത്തിയിട്ടില്ല. സ്വാഭാവികമായും ക്രിസ്മസ് ദിവസമാണ്, ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വിപ്പ് എന്നോട് പറഞ്ഞിട്ടില്ല. വിപ്പ് വാങ്ങില്ല എന്ന് ലാലി ജെയിംസ് എന്നോട് പറഞ്ഞിട്ടില്ല. അല്ല, എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പറയാത്ത കാര്യം ഞാൻ എന്തിനാ പറഞ്ഞു? നോ. കോൺഗ്രസിലെ പാർലമെന്റ് പാർട്ടിയിലെ എല്ലാ അംഗങ്ങളും പാർട്ടി ഉത്തരവ് പ്രകാരം ആ സ്ഥാനാർത്ഥിക്ക് വോട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 10:30 മണിക്കാണ് തെരഞ്ഞെടുപ്പ്. ആ 10:30 മണിക്ക് നടക്കാൻ പോണ പൂരം മുന്നു കൊട്ടി ആഘോഷിക്കേണ്ട കാര്യം. തീർച്ചയായിട്ടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.